MLA ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ചോദ്യം. തിരൂരിനെ സംബന്ധിച്ച് MLA ഒരു 5 വർഷം കൊണ്ട് സാധ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ റെവല്യൂഷൻ എന്തായിരിക്കും? കഴിഞ്ഞ റഷ്യയും ഉക്രൈനും കൂടി യുദ്ധം നടന്നപ്പോൾ ചില മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. അപ്പോഴാണ് മനസ്സിലായത് തിരൂർ മണ്ഡലത്തിനകത്ത് നിന്ന് തന്നെ 15-ലധികം വിദ്യാർത്ഥികൾ ഉക്രൈനിൽ പോയി പഠിക്കുന്നു എന്ന് മനസ്സിലായത്. തിരൂരിലെ 3-4 പേർ തിരൂരിലാണ്. പരിസര പഞ്ചായത്തുകളിലെല്ലാം കൂടിയായി 15-ലധികം ആളുകൾ. അന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഗതിയാണ്, നമ്മുടെ മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന പഠനം നാട്ടിൽ തന്നെ ലഭ്യമാക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. ഞാൻ അതിനുവേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും പൊതുവിദ്യാഭ്യാസ മന്ത്രിയോടും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, പരിമിതികൾ കാരണം അത് സാധിച്ചിട്ടില്ല. പല പരിമിതികളും നമ്മൾ വിട്ടുപോയിട്ടില്ല എങ്കിൽ പോലും ഈ സർക്കാരിന് മുമ്പാകെ ഇവിടെ നിന്ന് ഇപ്പോൾ SSLC കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിക്ക് തന്നെ സീറ്റ് കിട്ടാത്തൊരു കാലമാണ്. പഠിക്കാൻ അവസരമില്ല. പിന്നെ ബാക്കി കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഹയർ സെക്കൻഡറിക്ക് അവസരം ഉണ്ടാവണം. 7ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഹൈസ്കൂളിലേക്ക് കയറുന്നത്, 8ാം ക്ലാസ്സിലേക്ക് കയറുന്നത്, അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സാകുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ അതാത് സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് അവസരം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായി മറ്റു തലങ്ങളിലും അവസരങ്ങൾ ഉണ്ടാക്കണം. ഒരു മലയാളം സർവകലാശാലയുണ്ട്, കാലിക്കറ്റ് സർവകലാശാലയുണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, പല സർവകലാശാലകളുടെയും ക്യാമ്പസുകൾ ഇവിടെയുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിൽ പരമാവധി നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ജില്ലക്കകത്ത്, അതിനും വിട്ടുപോകുകയാണെങ്കിൽ സംസ്ഥാനത്തിനകത്ത് തന്നെ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കും. ഒരു കാര്യമാണ് നമ്മളുമായിട്ട് MLA ഷെയർ ചെയ്തത്. ഒരു വാക്ക് തരുന്നു തിരൂരിന്റെ MLA, സ്വന്തം സ്കൂളിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് ഇനി അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ല എന്ന തരത്തിലേക്ക് തിരൂരിനെ മാറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ സീറ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് നാടിനെ മാറ്റുമെന്നാണ് പറയുന്നത്. താങ്ക് യു MLA for your wonderful time, insightful talk and a delicious beautiful interaction. Thank you sir. ഓക്കെ, സോ ഇനി എല്ലാവരും ഒന്ന് സീറ്റൊക്കെ പാഡപ്പ് ചെയ്തിട്ടിരിക്കുക. ഇവർക്ക് കുറച്ച് സമയം കൊടുക്കണ്ടേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി പാട്ടോട് പാട്ടാണ്. സോ സ്കിൽ അപ് 2K26 ഇനി വരുന്നു ഹൃദയങ്ങളിലെ